ശേഷം എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഞാൻ ഒരു വണ്ടി ഭ്രാന്തനാണോ? അല്ല ഞാനൊരു വണ്ടി പ്രാന്തനല്ല, ഞാനൊരു ബിസിനസ് പ്രാന്തൻ മാത്രമാണ്. വണ്ടി ഭ്രാന്തനല്ല. ഓക്കെ, വണ്ടി ഭ്രാന്തനല്ലാത്ത ആൾക്കാർക്കും ബിസിനസ് ചെയ്യാമെന്നുള്ളത്, കാരണം വണ്ടി ബിസിനസ് ചെയ്യാമെന്നുള്ളത് തെളിയിക്കുക. കാരണം വണ്ടി ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാനുള്ള കഴിവും പിന്നെ വണ്ടിയോടുള്ള അറിവും. അതെ, പിന്നെ വണ്ടി ഭ്രാന്തനാണോ നിർബന്ധമൊന്നുമില്ല. എല്ലാ വണ്ടി ഭ്രാന്തന്മാരും ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനായിന്ന് വരില്ല. തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിൽ. അതെ, പ്രത്യേകിച്ച് ഈ സെഗ്മെന്റിൽ. ഓക്കെ, എങ്ങനെയാണ് ജയേഷണം ബിസിനസ്സിലേക്ക് വരുന്നത്? ആക്ച്വലി എൻ്റെ പാരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മളുടെയൊക്കെ, എനിക്ക് തോന്നുന്നു സുജിത്തിനും ഒക്കെ ഏകദേശം അറിയാൻ പറ്റും ആ ഒരു സമയത്ത്. ഡോക്ടറുടെ മക്കൾ ഡോക്ടർ ആവണം. അതെ, അത് മാത്രമല്ല, ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറയുന്നതായിരുന്നല്ലോ അപ്പോഴത്തെ ഹൈലൈറ്റ് സംഭവം. അത് അങ്ങനെ രണ്ട് പ്രൊഫഷൻ മാത്രമായിരുന്നു നമുക്ക് അറിയാവുന്നത്. പാരൻസ് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ഡാഡി ലെക്ചറായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ടീച്ചറിൻ്റെ അവരുടെ കുറേ കൊളീഗ്സിൻ്റെ മക്കളൊക്കെ NIT പഠിക്കുക, IIT പഠിക്കുകയൊക്കെ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെയും ഈ പറഞ്ഞ പോലെ ഞാനും PC തോമസിൻ്റെ അവിടെ പഠിച്ചിട്ട് എൻട്രൻസ് കോച്ചിങ്ങൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ കുസാറ്റിലാണ് എഞ്ചിനീയറിങ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മളും വന്നത്. പക്ഷേ എനിക്ക് ബിസിനസ് ഒരു പാഷൻ ഉണ്ടായിരുന്നു. അതിന് റീസൺ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലം തൊട്ട് എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. കാര്യം ഇപ്പോൾ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ഈ മമ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, അവരുടെ മക്കൾക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും ഒരു ലെക്ചറായ ഡാഡി എൻ്റെ കിട്ടാത്തൊരു വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവരെന്നെക്കാട്ടിലും എൽഡർ ആയിരുന്നു. പക്ഷേ അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്കും ഒരു ബിസിനസ് എന്ന് പറയുമ്പം ഓക്കെ, നമുക്കൊരു സമൂഹത്തിലൊരു വാല്യൂ കൂടുതലുണ്ടെന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ആയിരിക്കാം നമ്മൾക്കും ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ കാര്യം. പക്ഷേ ബിസിനസ്സുകാർക്ക് കല്യാണ മാർക്കറ്റിൽ ഒരു സമയത്ത് വൻ ഇടിവായിരുന്നു. അതെ, ഇപ്പോഴും ബിസിനസ്സുകാരെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ മാറി. പണ്ട് ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കല്യാണ മാർക്കറ്റിൽ വേണ്ട. എനിക്കറിയത്തില്ല, ഇപ്പോഴും പല ആൾക്കാർക്ക് സർക്കാർ ജോലി മതി, ബാങ്ക് ജോലി മതി, പിന്നെ IT ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട്. ഞാനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ യൂട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ അറിയത്ത് പോലും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ കല്യാണം കഴിക്കുന്നു ഇപ്പോൾ. അങ്ങനെയുണ്ട്. അല്ല, എനിക്കും ഈ പറഞ്ഞ പോലെ കല്യാണ സമയത്തും ഒക്കെ ഈ ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഇപ്പോഴത്തെ അമ്മായച്ചൻ പുള്ളിക്ക് ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് മകളെ കെട്ടിക്കണം എന്നായിരുന്നു. പുള്ളി അത് തിരിച്ചറിഞ്ഞ ആളാണ്. അതിപ്പോഴും വൈഫാണെങ്കിലും പറയും, ഇപ്പോൾ അച്ഛനാണെങ്കിലും പറയും. അതായത് ഒരു ബിസിനസ്സുകാരനെ കിട്ടിയോണ്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് ഫാമിലി ആയിട്ടൊക്കെ കുറേയൊക്കെ. നമുക്കൊരു നമ്മൾ ഫ്ലെക്സിബിൾ അല്ലേ. അതെ, അപ്പം അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഇനിയിപ്പോൾ ഒരു ജോലിക്ക് പോയിരുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പം അത് പറ്റില്ലായിരുന്നു. ഒരു 9 to 6 ജോബിന് പോകുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ഓൾറെഡി ബിസിനസ് നമ്മൾ കുറേയൊക്കെ ഡെലിഗേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീഡവും കാര്യങ്ങളൊക്കെ ബിസിനസ്സുകാരനായതുകൊണ്ട് കിട്ടി. അതിൻ്റെ ഗുണങ്ങൾ അവരും എൻജോയ് ചെയ്തിട്ടുണ്ട്.